ജന്മഭൂമി പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത PV. ഇന്ന് ലോക ഹൃദയ ദിനം. നല്ല ഹൃദയം ഉണ്ടായിരിക്കുക. കോവിഡിന് ശേഷം സാധാരണക്കാരന്റെ ഏത് രോഗലക്ഷണവും കാലും ശ്വാസകോശവും ഹൃദയവുമായി ബന്ധപ്പെടുത്തിയാണ് അതേക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പുതിയ പ്രവണതകളെക്കുറിച്ച് ആരോഗ്യ പ്രവർത്തകർ പറയാറ്. ഹൃദയവുമായിരിക്കുക ഇന്നത്തെ കാലത്ത് ആവശ്യമാണ്. അവയവം എന്ന നിലയിലല്ല, അനുഭാവം എന്ന നിലയിൽ. ഹൃദയമായിരിക്കുന്നത് പെരുമാറ്റത്തിലും സ്വഭാവത്തിലും മാത്രമായാൽ പോരാ, സർവത്തിനോടും ഹൃദയപൂർവമാകണം സമീപനം. ഈ വർഷത്തെ 2024 ലോക ഹൃദയ ദിനത്തിന്റെ ലക്ഷ്യം, സന്ദേശം ഹാർട്ട് ഫോർ ആക്ഷൻ എന്നതാണ്. യൂസ് ഹാർട്ട് ടു നോ ഹാർട്ട് ആയിരുന്നു 2023. യൂസ് ഹാർട്ട് ഫോർ എവരി ഹാർട്ട് ആയിരുന്നു 2022. യൂസ് ഹാർട്ട് ടു കണക്ട് എന്നതായിരുന്നു 2021 സന്ദേശം. യൂസ് ഹാർട്ട് ടു ബീറ്റ് കാർഡിയോവാസ്കുലർ ഡിസീസസ് ആയിരുന്നു 2020. 2019 ഫോർ മൈ ഹാർട്ട്, ഫോർ യുവർ ഹാർട്ട്, ഫോർ ഓൾ അവർ ഹാർട്ട് ആയിരുന്നു സന്ദേശം. ഹൃദയ സംബന്ധിയായ രോഗങ്ങൾ ലോകത്തെ മരണങ്ങളുടെ കാരണത്തിൽ 1-ാം സ്ഥാനത്താണ്. പുകവലി, അമിതവണ്ണം, ഉയർന്ന രക്തസമ്മർദ്ദം, വായുമലിനീകരണം തുടങ്ങിയ പലതും കാരണങ്ങൾ ഹൃദയ തകരാറിന് കാരണങ്ങളാണ്. പരസ്പരം ചേർന്ന് നിന്ന് എല്ലാ തട്ടിൽ ഉള്ളവരിലേക്കും ഹൃദയാരോഗ്യത്തിന്റെ പ്രാധാന്യങ്ങൾ എത്തിക്കുക എന്നും ഹൃദയ സംബന്ധി രോഗങ്ങളുടെ ചികിത്സകൾ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുക എന്നതുമാണ് ഈ ലക്ഷ്യ സന്ദേശങ്ങൾ എല്ലാം ലക്ഷ്യമിടുന്നത്. പലപ്പോഴും നമ്മുടെ ശരീരം നൽകുന്ന പല ലക്ഷണങ്ങളും അറിവില്ലായ്മ കൊണ്ട് അവഗണിക്കുന്നതാണ് വലിയ അപകടങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നത്. സാമൂഹ്യ അവബോധം സൃഷ്ടിക്കുന്നതിലൂടെ മാത്രമേ ഹൃദയ രോഗങ്ങളെ പ്രതിരോധിക്കാനും ലക്ഷണങ്ങൾ മനസ്സിലാക്കാനും സമയത്ത് ചികിത്സ നേടാനും സാധിക്കൂ. രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ തുടങ്ങിയവയുടെ അമിത അളവ് നിങ്ങളുടെ ഹൃദയത്തെ അപകടത്തിലാക്കുന്നതാണ്. ഹൃദയാഘാതം അതിജീവിച്ചാലും ജീവിതശൈലിയിൽ മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് രോഗം വരുന്നതിനു മുന്നേ തന്നെ രോഗം ഉളവാക്കുന്ന ശീലങ്ങളിൽ ആരോഗ്യകരമായ ശീലങ്ങളിലേക്ക് തിരിയുന്നതാണ് ഉത്തമം. ചില നിഷ്കർഷത പാലിച്ചാൽ മതി ഹൃദയാരോഗ്യ പരിപാലനമായി. ആഴ്ചയിൽ 4 ദിവസമെങ്കിലും കൃത്യമായ വ്യായാമം, ചിട്ടയുള്ള ഭക്ഷണക്രമം, അനാരോഗ്യകരമായ ശീലങ്ങൾ ഒഴിവാക്കൽ, ഏറെക്കുറെ എല്ലാമായി. പുകവലി ശീലം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുകയാണ് ഏറ്റവും മികച്ച ഒരു കാര്യം. ക്യാൻസറിനടക്കം കാരണമാകുന്ന പുകയില ആരോഗ്യത്തെ ഇഞ്ചിഞ്ചായി എരിച്ചു കളയുന്നു. രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. മദ്യം ഒരു നല്ല ചങ്ങാതിയല്ല. അമിതമായ മദ്യ ഉപയോഗം സ്ട്രോക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നു. ദിവസത്തിൽ കുറച്ച് സമയം ലഘുവ്യായാമങ്ങൾക്കായി മാറ്റിവെക്കുക. ജീവിതശൈലി മാറ്റം ആരോഗ്യത്തെ വല്ലാതെ ബാധിക്കും. വീട്ടിൽ നിന്ന് സ്വയം ചെയ്ത് പരിശീലിച്ചു ശീലമാക്കുന്ന വ്യായാമങ്ങൾ മതിയാവും ആരോഗ്യ സംരക്ഷണത്തിന്. ശരീരഭാരം ക്രമപ്പെടുത്തി നിലനിർത്തേണ്ടത് പ്രധാനമാണ്. ഹൃദ്രോഗങ്ങൾ അമിതവണ്ണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രമരഹിതമായ ഭക്ഷണവും ജങ്ക് ഫുഡുകളുടെ ഉപയോഗവുമാണ് അമിതവണ്ണത്തിന്റെ പ്രധാന കാരണങ്ങൾ. ഇലക്കറികൾ, ഫൈബർ അടങ്ങിയ ഭക്ഷണം, സമീകൃതമായ ആഹാരങ്ങൾ ശീലം ആക്കുക. കല്ലുപ്പ് ഉപയോഗിക്കുക. ശരീരഭാരത്തിന് അനുയോജ്യമായി വെള്ളം കുടിക്കുക. സമയം തെറ്റിയുള്ള ആഹാരശീലങ്ങൾ ഒഴിവാക്കുക. ലഘുഭക്ഷണത്തിന് പാക്കറ്റ് ഫുഡുകളും കുക്കികളും ഉപേക്ഷിച്ച് പകരം നട്ട്സ് കഴിക്കുക. മാനസികാരോഗ്യത്തോടെ ഇരിക്കുക എന്നത് ഹൃദയാരോഗ്യത്തിന് പ്രധാനമാണ്. മനോവിഷമം വിശ്വസ്തരോട് പങ്കിട്ട് ലഘൂകരിക്കുക പ്രധാനമാണ്. പങ്കിടുന്നവർക്ക് നല്ല പിന്തുണ കൊടുക്കുക. അതേ ഹൃദയവുമായിരിക്കുക എന്നതല്ല, നല്ല ഹൃദയവുമായിരിക്കുക എന്നതാണ് വലിയ കാര്യം. ഭീഷണി ഉയർത്തുന്ന ആരെയും വെറുതെ വിടില്ലെന്ന് ഇസ്രായേൽ. ടെൽ അവീവ്. ശത്രുപാളയത്തിൽ കയറി ശത്രുവിനെ ചാമ്പലാക്കിയതിനു പിന്നാലെ ഇറാനും ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ശക്തമായി താക്കീതു നൽകി ഇസ്രായേൽ. ഇസ്രായേൽ പൗരന്മാർക്ക് ഭീഷണി ഉയർത്തുന്ന ആരെയും വെറുതെ വിടില്ലെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി പറഞ്ഞു. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയെ വധിച്ചതിനു ശേഷമാണ് ഹെർസി ഹലേവിയുടെ പ്രതികരണം. ഇത് ഒന്നിന്റെയും അവസാനമല്ലെന്നും
പൗരന്മാർക്ക് ഭീഷണി സൃഷ്ടിക്കുന്നവയിലേക്ക് എത്തിച്ചേരാൻ തങ്ങൾക്കാകുമെന്ന സൂചന നൽകിയതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് മിഷൻ പൂർത്തിയാക്കിയതെന്നും ഹലേവി പറഞ്ഞു. വളരെ കാലമായി ആസൂത്രണം ചെയ്യുകയായിരുന്നു. അത് കൃത്യസമയത്ത് കൃത്യതയോടെ പൂർത്തീകരിച്ചു. അടുത്ത ഘട്ടത്തിലേക്കുള്ള തയ്യാറെടുപ്പുകളുമായി മുന്നോട്ട് നീങ്ങുകയാണെന്നും ഹലേവി വ്യക്തമാക്കി. ഹിസ്ബുള്ളയുടെ ആസ്ഥാനത്തിനു നേരെ 80 ബോംബുകളിൽ ഇട്ടുവെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത്. 1 ടൺ സ്ഫോടക വസ്തുക്കളാണ് ഒരു ബോംബിലുള്ളത്. വെള്ളിയാഴ്ചയുണ്ടായ വ്യോമാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 91 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനീസ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. കരയുദ്ധത്തിന്റെ മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ സൈന്യം ലെബനന്റെ വടക്കൻ അതിർത്തിയിൽ കൂടുതൽ ടാങ്കുകളും കവചിത വാഹനങ്ങളും വിന്യസിച്ചിരിക്കുകയാണ്. കരവഴി ലെബനനിലേക്ക് കടക്കാൻ ഇസ്രായേൽ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് നീക്കം. യുദ്ധത്തിൽ ഇറാനും ഇറാഖും ശാപം, ഭാരതം അനുഗ്രഹം. UN-ൽ ഭൂപടവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി. ന്യൂയോർക്ക്. ശാപവും അനുഗ്രഹവും കാണിക്കുന്ന ഭൂപടവുമായി ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ പ്രസംഗപീഠത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കഴിഞ്ഞ ദിവസം UN-ൽ പ്രസംഗിക്കുമ്പോഴാണ് ഭൂപടം ഉയർത്തിക്കാണിച്ചത്. വലത് കൈയിലുള്ള ഭൂപടത്തിൽ ഇറാൻ, ഇറാഖ്, സിറിയ, യമൻ എന്നീ രാജ്യങ്ങളെ അടയാളപ്പെടുത്തി അതിൽ ശാപം എന്നും, ഇടത് കൈയിൽ പച്ച നിറത്തിൽ ഈജിപ്ത്, സുഡാൻ, സൗദി അറേബ്യ, ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അനുഗ്രഹം എന്നുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ രണ്ടിലും പലസ്തീനെ ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെയൊരു രാജ്യം നിലനിൽക്കുന്നില്ലെന്ന തരത്തിലാണ് നെതന്യാഹു ഭൂപടം കാണിച്ചത്. ശാപം എന്ന് എഴുതിയിരിക്കുന്ന ഭൂപടത്തിലൂടെ പ്രദേശത്തെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്ന് സൂചിപ്പിക്കാനാണ് ശ്രമിച്ചിരിക്കുന്നത്. യമൻ, സിറിയ, ലബനൻ എന്നിവിടങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങൾക്ക് കാരണം ഇറാനാണെന്ന് ശക്തമായി വിമർശിച്ചതിനൊപ്പം ഇറാനും സഖ്യങ്ങൾക്കും എതിരെയുള്ള പ്രതിരോധം മാത്രമാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും വ്യക്തമാക്കി. അടിച്ചാൽ തിരിച്ചടിക്കും എന്നൊരു മുന്നറിയിപ്പും ഇറാന് നെതന്യാഹു നൽകിയിട്ടുണ്ട്. നൊമ്പരമായി അർജുന്റെ അവസാന യാത്ര. കോഴിക്കോട്. ഓരോ യാത്രയ്ക്ക് ശേഷവുമുള്ള അർജുന്റെ തിരിച്ചുവരവ് ഒരു പിടി സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള ആവേശത്തോടെയാവാം. എന്നാൽ കഴിഞ്ഞ 2.5 മാസമായി ഒരു നാട് മുഴുവൻ അർജുനായി കാത്തിരുന്നു. ഷിരൂർ ദേശീയപാതയിലെ മണ്ണിടിച്ചിലിൽ കൊല്ലപ്പെട്ട അർജുന്റെ അവസാന യാത്ര കേരളക്കരയെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തി. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് DNA ഫലം സ്ഥിരീകരിച്ചത്. തുടർന്ന് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ കർണാടക സർക്കാർ ആരംഭിച്ചു. നിറകണ്ണുകളോടെ അർജുന്റെ സഹോദരൻ അഭിജിത്ത് മൃതദേഹം ഏറ്റുവാങ്ങി. ഷിരൂർ അങ്കോളയിൽ നിന്ന് രാത്രി 7 മണിയോടെ അർജുനെയും വഹിച്ചുള്ള ആംബുലൻസ് കേരളത്തിലേക്ക് യാത്ര തിരിച്ചു. കോഴിക്കോട് കണ്ണാടിക്കൽ എത്തുന്നതുവരെ അർജുന് അന്ത്യാഞ്ജലികളുമായി ഉടുപ്പി, മംഗലാപുരം, തലപ്പാടി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നിരവധി പേർ റോഡരികിൽ കാത്തുനിന്നിരുന്നു. ആംബുലൻസ് ഇന്നലെ രാവിലെ 6 മണിയോടെ കേരളത്തിലെത്തി. കർണാടക പോലീസും സംഘവും വിലാപയാത്രയ്ക്കൊപ്പം കേരള അതിർത്തി വരെ എത്തി. 6:30യോടെ അഴിയൂരിൽ മന്ത്രി AK ശശീന്ദ്രൻ, KK രമ, MLA ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എന്നിവരുടെ നേതൃത്വത്തിൽ ഭൗതികദേഹം ഏറ്റുവാങ്ങി. തുടർന്ന് വിലാപയാത്രയായി കണ്ണാടിക്കലിലെ വീട്ടിലേക്ക്. രാവിലെ മുതൽ റോഡിനിരുവശവും സ്ത്രീകളും കുട്ടികളും അർജുനെ ഒരു നോക്ക് കാണാനായി കാത്തിരുന്നു. പൂളാടിക്കുന്ന് മുതൽ ലോറി ഡ്രൈവർമാരും വിലാപയാത്രയായി കണ്ണാടിക്കലിൽ എത്തിച്ചേർന്നു. 8:15 മൃതദേഹം കണ്ണാടിക്കലിൽ എത്തിയപ്പോൾ 100 കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത്. തുടർന്ന് ആംബുലൻസിന് പിന്നാലെ ആളുകൾ വിലാപയാത്രയായി കണ്ണാടിക്കലിലെ വീട്ടിലേക്ക്. സ്ത്രീകളും പ്രായമായ അമ്മമാരും പൊട്ടിക്കരഞ്ഞു. മഞ്ചേശ്വരം MLA AKM അഷ്റഫും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേയും ലോറി ഉടമ മനാഫും വിലാപയാത്രയ്ക്കൊപ്പം വീട്ടിലെത്തി. പാകിസ്ഥാൻ 3ആയി വിഭജിക്കുന്ന കാലം വിദൂരമല്ല. യോഗി ആദിത്യനാഥ്. ശ്രീനഗർ. പാകിസ്ഥാൻ 3ആയി വിഭജിക്കുന്ന കാലം വിദൂരമല്ലെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇങ്ങനെ പോയാൽ പാകിസ്ഥാന്റെ നിർദ്ദേശപ്രകാരം ഭാരതത്തിൽ ഭീകരത പടർത്തുന്നവർക്ക്
ശവസംസ്കാരത്തിന് സ്ഥലം പോലും ഉണ്ടാകില്ലെന്ന് യോഗി പറഞ്ഞു. ജമ്മു കാശ്മീരിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് BJP സംഘടിപ്പിച്ച റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1960 സിന്ധു നദീജല ഉടമ്പടി പുനഃപരിശോധിക്കാൻ ഭാരതം തയ്യാറെടുക്കുകയാണ്. ബലൂചിസ്ഥാനും പാക് അധിനിവേശ കാശ്മീരും പാകിസ്ഥാന്റെ ഭാഗമായി തുടരാൻ ആഗ്രഹിക്കുന്നില്ല. പട്ടിണി കിടന്ന് മരിക്കുന്നതിനു പകരം ജമ്മു കാശ്മീരിന്റെ ഭാഗമാകാനാണ് അവർക്ക് താൽപര്യം. അഖണ്ഡ ഭാരതം സാക്ഷാത്കരിക്കുന്നതിന് ഇവർ മുന്നോട്ട് വരുന്നത് അതിമനോഹരമായ കാഴ്ചയാണെന്നും യോഗി പറഞ്ഞു. കോൺഗ്രസും PDPയും നാഷണൽ കോൺഫറൻസും കാശ്മീരിനെ മതഭ്രാന്തിന്റെ തടവറയാക്കി മാറ്റി. ഇവരുടെ തണലിൽ ഭീകരവാദവും അഴിമതിയും പടർന്നു പന്തലിച്ചു. എന്നാൽ BJP സർക്കാർ ആർട്ടിക്കിൾ 370, 35 എന്നിവ റദ്ദാക്കിയതോടെ ജമ്മു കാശ്മീർ വികസനത്തിന്റെ രുചിയറിഞ്ഞു. അഗ്നിവീറുകൾക്ക് തൊഴിൽ സംവരണവുമായി ബ്രഹ്മോസ് എയ്റോസ്പേസ്. ന്യൂഡൽഹി. അഗ്നിപഥ് സ്കീമിന് കീഴിൽ അഗ്നിവീറുകൾക്കായി റിസർവേഷൻ പ്രഖ്യാപിച്ച ആദ്യത്തെ കമ്പനിയായി ബ്രഹ്മോസ് എയ്റോസ്പേസ് മാറി. DRDOയും റഷ്യയുടെ NPO മഷിനോസ്ട്രോയേനിയയും ചേർന്ന് 1998 രൂപീകരിച്ച ബ്രഹ്മോസ് എയ്റോസ്പേസിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. ഭാരതത്തിന് കമ്പനിയിൽ 70% ഓഹരിയുണ്ട്. സാങ്കേതികവും പൊതുവായതുമായ ഒഴിവുകളിൽ 15% കമ്പനി അഗ്നിവീറുകൾക്കായി സംവരണം ചെയ്യും. ഔട്ട്സോഴ്സ് ചെയ്ത പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സെക്യൂരിറ്റി റോളുകളുടെ 50% അനുവദിക്കുമെന്ന് ബ്രഹ്മോസ് എയ്റോസ്പേസ് ഡെപ്യൂട്ടി DEO ഡോക്ടർ സഞ്ജീവ് കുമാർ ജോഷി പറഞ്ഞു. കായികം. കാൺപൂർ കുതിർന്നു തന്നെ. ഭാരതം ബംഗ്ലാദേശ് ടെസ്റ്റ് രണ്ടാം ദിനം ഒരു പന്ത് പോലും എറിഞ്ഞില്ല. ഇന്ന് മഴ സാധ്യത 61%. കാൺപൂർ. ബംഗ്ലാദേശിന് എതിരായ രണ്ടാം ടെസ്റ്റ് ക്രിക്കറ്റിന്റെ രണ്ടാം ദിനം മഴ കാരണം പൂർണ്ണമായും ഉപേക്ഷിച്ചു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്നലെ ഒരു പന്ത് പോലും എറിയാൻ സാധിച്ചില്ല. മൂന്നാം ദിവസമായ ഇന്ന് മത്സരം തുടരുമെങ്കിലും കാൺപൂരിലെ കാലാവസ്ഥ പ്രതികൂലമായി തന്നെ തുടരുമെന്നാണ് പുറത്തുവരുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ. മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ആരംഭിച്ച ബംഗ്ലാദേശ് ആദ്യ ദിനം നിർത്തിയ ഇടത്തു തന്നെ തുടരുന്നു. 35 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 107 റൺസ് എന്ന നിലയിലാണ് ടീം. കാൺപൂരിൽ ഇന്ന് പകൽ സമയത്ത് 61% മഴ സാധ്യതയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വരുന്നത്. ഇടയ്ക്കെല്ലാം മഴ ഒഴിഞ്ഞു നിൽക്കുമെങ്കിലും ഇടവിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് പറയുന്നു. ഇന്നലെ കളി തുടങ്ങേണ്ട സമയത്ത് മഴ പെയ്തിരുന്നില്ല. പക്ഷേ മൈതാനം മൂടിയിട്ട ഷീറ്റിൽ നേരത്തെ പെയ്തിരുന്ന മഴയിൽ വീണ വെള്ളം കെട്ടിക്കിടക്കുകയായിരുന്നു. 5000 മീറ്ററിൽ ദേശീയ റെക്കോർഡ് തിരുത്തി ഗുൽവീർ സിംഗ്. നിഗാട്ട. ഭാരത അത്ലറ്റ് ഗുൽവീർ സിംഗ് 5000 മീറ്ററിലെ ദേശീയ റെക്കോർഡ് തിരുത്തി. ജപ്പാനിലെ നിഗാറ്റയിൽ നടക്കുന്ന ലോക അത്ലറ്റിക്സ് കോണ്ടിനെന്റൽ ടൂറിലാണ് താരത്തിന്റെ പുതിയ നേട്ടം. ട്രീസ ഗായത്രി കുതിപ്പ് സെമിയിൽ തീർന്നു. മക്കാവോ. ഭാരതത്തിന്റെ വനിതാ ഡബിൾസ് സഖ്യം ട്രീസ ജോളിയുടെയും ഗായത്രി ഗോപിചന്ദും മക്കാവു ഓപ്പൺ ബാഡ്മിന്റണിൽ നടത്തിയ കുതിപ്പ് സെമിയിൽ അവസാനിച്ചു. ചൈനീസ് തായ്പേയിയുടെ സിയെ പേയ് ഷാൻ ഹൂങ് എൻസു സഖ്യത്തോടാണ് ഇന്നലെ നടന്ന സെമിയിൽ പരാജയപ്പെട്ടത്. ഇതോടെ ടൂർണമെന്റിൽ ഭാരതത്തിന്റെ പ്രതീക്ഷകളും അവസാനിച്ചു. മൂന്നാം സീഡായി മത്സരിച്ച ഭാരത വനിതകൾ വനിതാ ഡബിൾസിൽ ലോക റാങ്കിങ്ങിൽ 54 സ്ഥാനത്തുള്ള സഖ്യത്തിനോട് സ്കോർ 17-21, 21-16, 10-21 പരാജയപ്പെട്ടത്. ഭാരത സഖ്യം ലോക റാങ്കിങ്ങിൽ 23 സ്ഥാനത്താണുള്ളത്. ഇക്കൊല്ലം ഇതേ സഖ്യത്തെ ട്രീസയും ജോളിയും ചേർന്ന് 2 തവണ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ നിർണായകമായ മൂന്നാം ഗെയിം ആയപ്പോഴേക്കും ഭാരത താരങ്ങൾ വല്ലാതെ ക്ഷീണിതരായി. ഒടുവിൽ പൊരുതാൻ പോലുമാകാതെ കീഴടങ്ങുകയായിരുന്നു. മോഹൻ ബഗാനെ തകർത്ത് ബാംഗ്ലൂരു ഒന്നാമത്. ആദ്യ ജയം നേടി ഒഡീഷ. ബാംഗ്ലൂരു. കരുത്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ബാംഗ്ലൂരു FC പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി.
കളിച്ച 3 കളികളിലും ജയിച്ച് 9 പോയിന്റുമായാണ് ബാംഗ്ലൂരു പഞ്ചാബ് FCയെ മറികടന്ന് ഒന്നാമതെത്തിയത്. പഞ്ചാബിന് 3 പോയിന്റ് ഉണ്ടെങ്കിലും ഗോൾ വ്യത്യാസത്തിൽ രണ്ടാമതാകുകയായിരുന്നു. മോഹൻ ബഗാനെതിരെ ആദ്യ പകുതിയിൽ 2 ഗോൾ നേടിയ ബാംഗ്ലൂരു രണ്ടാം പകുതിയുടെ തുടക്കത്തിലും ഗോൾ നേടി. കളിയുടെ 9-ാം മിനിറ്റിൽ എഡ്ഗാർ മെൻഡേസ് ആണ് ആദ്യ ഗോൾ നേടിയത്. 11 മിനിറ്റിന് ശേഷം സുരേഷ് സിംഗ് വാങ്കിയം ബാംഗ്ലൂരു ലീഡ് വർദ്ധിപ്പിച്ചു. രണ്ടാം പകുതി തുടങ്ങി 50-ാം മിനിറ്റിൽ ലഭിച്ച പെനൽറ്റി ഗോളാക്കി നായകൻ സുനിൽ ഛേത്രി ആണ് ബാംഗ്ലൂരുവിനായി 3-ാം ഗോൾ നേടിയത്. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ സ്വന്തം തട്ടകത്തിൽ ജയിച്ച് ഒഡീഷ FC സീസണിലെ ആദ്യ ലീഗ് ജയം നേടി. 3-ാം ജയം തേടിയിറങ്ങിയ ജാംഷഡ്പൂർ FCയെ തോൽപ്പിച്ചാണ് ഒഡീഷ ആദ്യ വിജയം കൊയ്തത്. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു ഒഡീഷ വിജയം. ആദ്യ പകുതിയിൽ തന്നെ ആതിഥേയർ 2 ഗോളും നേടി. 20-ാം മിനിറ്റിൽ ഡീഗോ മൗറിഷിയോ ഡെസ്ലോക്ക് ബ്രേക്ക് ചെയ്തു. ആദ്യ പകുതി പിരിയും മുമ്പേ 42-ാം മിനിറ്റിൽ മോൾട്ടോ ദ ഫോളിലൂടെ 2-ാം ഗോളും നേടി. രണ്ടാം പകുതിയിൽ ജാംഷഡ്പൂർ ആശ്വാസം കണ്ടെത്തിയത് മോർട്ടാദ ഫോളിന്റെ ദാന ഗോളിലൂടെയാണ്. കാരിച്ചാൽ വേഗരാജാവ്. PBCക്ക് തുടർച്ചയായി 5-ാം കിരീടം. ആലപ്പുഴ. പുന്നമടക്കായലിന്റെ ഇരു കരകളിലും തിങ്ങി നിറഞ്ഞ 10,000-ങ്ങളെ ആവേശത്തിലാഴ്ത്തി നടന്ന പോരാട്ടത്തിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ചുണ്ടൻ നെഹ്റു ട്രോഫി ജേതാക്കളായി. വാശിയേറിയ കലാശ പോരാട്ടത്തിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് 4 ചുണ്ടൻ വള്ളങ്ങളും ഫിനിഷ് ചെയ്തത്.